സബ്മറൈനുകൾ ഗെയിം ചേഞ്ചറുകളാവുന്ന കാലഘട്ടമാണിത്. സബ്മറൈൻ എന്ന് പറയുമ്പോൾ അന്തർവാഹിനികളാണ്. ആ അന്തർവാഹിനികളിൽ തന്നെ ആണവോർജം ഉപയോഗിച്ചുകൊണ്ടുള്ള അന്തർവാഹിനികൾക്ക് ഇപ്പോൾ വളരെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അന്തർവാഹിനികളിൽ ഒന്നാണ് അമേരിക്ക പറഞ്ഞത് റഷ്യയുടെ തീരങ്ങളിലേക്കൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പുടിൻ പറഞ്ഞ് ഒന്നല്ലേ അയച്ചുള്ളൂ അളിയൻ, ഞങ്ങളുടെ ഏതാണ്ട് 3-4 എണ്ണം നിരന്തരമായിട്ട് ആ ഭാഗത്ത് തന്നെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതോടുകൂടി അമേരിക്കയുടെ അന്തർവാഹിനി തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള അന്തർവാഹിനികൾ പ്രത്യേകിച്ചും ആണവോർജം ഉപയോഗിച്ചുകൊണ്ടുള്ളത് തന്നെ വളരെ ഡിമാൻഡ് കൂടുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലുള്ള സാഹചര്യമാണ്. ഇന്ത്യയിലുള്ള സാഹചര്യത്തിൽ പലതരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കരാർ എന്ന് പറയുന്നത് ആണവോർജം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള അന്തർവാഹിനി ഇന്ത്യ പാട്ടത്തിനെടുക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, സൈനിക സഹകരണമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ലോജിസ്റ്റിക്സ് സഹകരണമുണ്ട്, പിന്നെ എന്തിനാണ് ഈ ആണവോർജം ഉപയോഗിക്കുന്ന അന്തർവാഹിനി? ആണവോർജം ഉപയോഗിക്കുന്ന അന്തർവാഹിനികൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ അന്തർവാഹിനി എന്ന് പറയുന്നത് അതിൻ്റെ പേര് INS ചക്ര 3 എന്നാണ്. ഈ INS ചക്ര 3 വരുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്കൊരു മുതൽക്കൂട്ടാണ്. പാട്ടക്കരാറാണ് ഇത് എന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി പദ്ധതി എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ INS അരിഹന്ത് കമ്മീഷൻ ചെയ്തതിന് ശേഷമുള്ള ഇന്ത്യയുടെ കടൽ അധിഷ്ഠിതമായിട്ടുള്ള തന്ത്രപരമായ പ്രതിരോധത്തിലെ ഏറ്റവും വലിയ ശക്തിപ്പെടുത്തലുകളിൽ ഒന്നാണ്. അതായത് സമുദ്രം കേന്ദ്രീകരിച്ച് നമ്മുടെ നാവികസേനയുടെ കൂടി ആത്മവീര്യം കൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇതെല്ലാം. ഏതാണ്ട് $2 ബില്യൺ ഈ പാട്ടക്കരാറുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ $2 ബില്യൺ കരാറാണിത്. 10 വർഷത്തെ ഇടവേളയാണ്. 10 വർഷത്തേക്ക് ഈ $2 ബില്യൺ ഈ ഒരു ആണവ അന്തർവാഹിനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ചെലവും സാങ്കേതിക ക്രമീകരണങ്ങളും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാരണം പലപ്പോഴായിട്ട് ഇതിൻ്റെ ചർച്ചയൊക്കെ വളരെ കാലം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ചർച്ച നീണ്ടുപോകുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇവൻ്റെ കയ്യിൽ ഈ സാധനം എത്തില്ലല്ലോ, അതുവരെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ വന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. എത്രത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം തന്നെ, ഉന്നത നിലവാരത്തിലുള്ള ആയുധങ്ങളെല്ലാം തന്നെ നമുക്ക് ഉണ്ട് എന്നിരിക്കെ സമുദ്ര മാർഗേന നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ബലവത്തായിട്ടുള്ള ശക്തിമത്തായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മുടെ ആയുധപ്പുരയിലേക്ക് എത്തുമ്പോൾ നമുക്ക് സമുദ്ര മേഖലയിലുള്ള സ്വാധീനം വർദ്ധിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ അമേരിക്ക പലയിടത്തേക്കൊക്കെ പല പട്രോളിങ്ങിനൊക്കെ കാര്യങ്ങൾ വിടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും മറികടക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഇടയ്ക്ക് റഷ്യയുടെ ഇത്തരത്തിലുള്ള കപ്പൽശാല ഒന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആ സന്ദർശനത്തോടു കൂടിയാണ് ഇപ്പോഴുള്ള ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ത്വരിതഗതിയിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ നമുക്ക് വേണം, അതായത് ആണവ അന്തർവാഹിനി നമുക്ക് വേണമെന്ന് നമ്മൾ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്ന ഈ അന്തർവാഹിനി കരാർ വ്യവസ്ഥകൾ കാരണം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പകരം ഇത് നാവികരെ പരിശീലിപ്പിക്കുന്നതിനും ആണവ അന്തർവാഹിനിയുടെ പ്രവർത്തനങ്ങളും തന്ത്രങ്ങളുമൊക്കെ പഠിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആണവ ആക്രമണ അന്തർവാഹിനികളിലേക്കുള്ള മാറ്റത്തിന് നാവികസേനയെ പിന്തുണയ്ക്കുന്നതിനും, അതായത് പുതിയ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു പഠനത്തിന് ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു കാര്യം വളരെയധികം ഉപയോഗിക്കാൻ കഴിയും, അതിനെ സാധ്യതപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇന്ത്യ പാട്ടത്തിനെടുക്കാൻ ഉദ്ദേശിക്കുന്ന അന്തർവാഹിനി അകുല ക്ലാസ് അന്തർവാഹിനിയാണ്. K391 ബ്രാഡ്സ്ക്
റഷ്യയിൽ $3 ബില്യൺ ചെലവിൽ വിപുലമായിട്ടുള്ള നവീകരണ പരിപാടികളിലേക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഏറ്റവും നൂതനമായ രീതിയിലേക്ക് ഇതിനെ മേക്ക് ഓവർ ചെയ്തുകൊണ്ടായിരിക്കും ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നാവികരെ പരിശീലിപ്പിക്കാൻ എന്ന് പറയുമെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തും, ഇത് നമ്മൾ പിന്നീട് എന്തെല്ലാം തരത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. മാത്രമല്ല സ്വാഭാവികമായിട്ടും റഷ്യയാണ് നമുക്കിത് തരുന്നത്. റഷ്യ ഇപ്പോൾ നമുക്ക് തരുന്ന എല്ലാ ഉപകരണങ്ങളും എല്ലാ ആയുധ കോപ്പുകൾക്കും അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ തരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം റഷ്യ അത്രമേൽ വിശ്വസിക്കുന്ന രാജ്യമാണ്, നമ്മൾ പറയില്ല ചങ്കാണ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആണവ അന്തർവാഹിനി തരുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സോഴ്സ് കോഡുകളും നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതകളും ഏറെയാണ്. ഏതാണ്ട് 800 കിലോമീറ്റർ പരിധിയുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുമായിട്ട് ഇത് സംയോജിപ്പിക്കുന്നുണ്ട്. ഇത് വെള്ളത്തിനടിയിൽ നിന്നോ കരയിലോ കടലിലോ ഉള്ള ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള, അപ്പം 3 തരത്തിലും കര, വായു, വെള്ളം, ഈ 3 മേഖലകളിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ, പ്രത്യേകിച്ചും ബ്രഹ്മോസാണ് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സംയോജിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംയോജിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലാതെ ഒരു പ്രവർത്തനം നടത്തി അതിൻ്റെ പണം മൂല്യമില്ലാതെയാക്കില്ലല്ലോ. ഈ കിട്ടുന്ന ആണവ അന്തർവാഹിനിയിലേക്ക് ബ്രഹ്മോസ് കൂടിയാണ് നമുക്ക് വരുത്താൻ, അതായത് സംയോജിപ്പിക്കാൻ പോകുന്നത്. ബ്രഹ്മോസിൻ്റെ ശക്തി, പ്രഹരശേഷി എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കണ്ടറിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അത് 3 തരത്തിൽ നിന്നും, അതായത് ഒരു അന്തർവാഹിനിയിൽ നിന്ന് പോലും ചെയ്യാൻ അതായത് വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ഈ അന്തർവാഹിനിയെ മാറ്റുകയാണ്. നമ്മൾ അപ്പോഴും ഓർക്കാം, ഇത് സാധാരണ അന്തർവാഹിനിയല്ല, ആണവോർജം ഉപയോഗിച്ചുകൊണ്ടുള്ള അന്തർവാഹിനിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ പോകുന്ന തരത്തിൽ ഇതിനെ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആ മേഖലയിലെ തന്ത്രപരമായിട്ടുള്ള ഓപ്ഷനുകളെല്ലാം തന്നെ ഗണ്യമായിട്ട് വികസിപ്പിക്കാൻ കഴിയും. കൂടാതെ മെച്ചപ്പെടുത്തിയിട്ടുള്ള സോണാർ ശ്രേണികൾ, അതായത് സോണാർ സിലിണ്ടർ വില്ല് ശ്രേണി, ഡോവ്ഡ് അറേ സോണാർ, മാത്രമല്ല ശബ്ദ സിഗ്നേച്ചർ കുറയ്ക്കുന്നതിനുള്ള നൂതനമായിട്ടുള്ള അക്കോസിസ്റ്റിക് നിശബ്ദ സവിശേഷതകളും ഒക്കെയും ഈ കപ്പലിൻ്റെ പ്രത്യേകതകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2027 അവസാനത്തോടെയോ 2028 തുടക്കത്തിലോ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ഈ അന്തർവാഹിനിയാണ് INS ചക്ര 3 എന്ന് നമ്മൾ പുനർനാമകരണം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡീലിൻ്റെ വാർത്തകൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ വെപ്രാളത്തിൽ തന്നെയാണ് ഈ ചൈന ഉൾപ്പെടെ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് എത്തുക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെ ആയിട്ടുണ്ട്, ഇത് എന്നത്തേക്ക് കിട്ടും എന്നുള്ളതൊക്കെയും അവർ വീക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ സമുദ്ര മേഖല കേന്ദ്രീകരിച്ച ഇന്ത്യക്ക് നേരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി തന്നെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പാട്ടക്കരാറിന് സമാന്തരമായിട്ട് ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി പദ്ധതി അതുകൂടി ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലിലേക്ക് അടുക്കുകയാണ് എന്നാണ് പറയുന്നത്. INS അരിദമാൻ എന്ന പേരിൽ കമ്മീഷൻ ചെയ്യുന്ന 3ാമത്തെ SSBN ഉൾപ്പെടുത്തലിന് ശേഷം തയ്യാറായി കഴിഞ്ഞതായിട്ട് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിൽ നമ്മുടെ ആയുധക്കോപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ആയുധപ്പുര എന്ന് പറയുന്നത് കരയിലും വ്യോമമാർഗവും നാവികമായിട്ടും, അതായത് സമുദ്രതലത്തിലും നമ്മൾ പൂർണ്ണമായിട്ടും സജ്ജമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം,
കരയുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഓരോ പൗരനും ഇപ്പോൾ തന്നെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇങ്ങോട്ട് ഒരു അടി വന്നിട്ടുണ്ടെങ്കിൽ 2 ബ്രഹ്മോസ് അങ്ങോട്ട് തിരിച്ചു വിട്ടാൽ പോരെ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായി ഇപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും. വ്യോമസേനയ്ക്ക് മുതൽക്കൂട്ടാവുന്ന തരത്തിലേക്കുള്ള ആയുധക്കോപ്പുകൾ, പടക്കോപ്പുകളെല്ലാം നമ്മൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടത് ഈ സമുദ്ര മേഖലയിലാണ്. സമുദ്ര മേഖല കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുന്നതോടുകൂടി തന്നെ നമ്മുടെ നാവികസേനയ്ക്ക് ആർജവം കൂടും, നമ്മുടെ നാവികസേനയുടെ കരുത്തും കൂടും. അത്തരത്തിലുള്ള ഒരു പാട്ടക്കരാറൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ചൈന ഉൾപ്പെടെയുള്ള രാജ്യമൊക്കെ അവർ അതിനു വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടാവുക. ഈ ഹോർമൂസ് കടലിലൊടുക്കെ ചോക്ക് പോയിന്റ് നിരീക്ഷിക്കുന്നത് മുതൽ ദക്ഷിണ ചൈന കടലിലെ ഉപരിതല ഗ്രൂപ്പുകളെ ട്രാക്ക് ചെയ്യുന്നത് വരെ ആണവ അന്തർവാഹിനികൾ സമാനതകളില്ലാത്ത പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം നൽകുന്നുണ്ട്. അപ്പോൾ ചൈനയാണെങ്കിൽ അവരുടെ SSBNകളും SSNകളും വിന്യസിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനുമായിട്ടുള്ള സൈനിക ഏകോപനം ശക്തിപ്പെടുത്തുക കൂടി ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നവീകരിച്ച കടലിനടിയിലുള്ള കഴിവുകളൊക്കെ, പ്രതിരോധമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ എന്നും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പാകിസ്ഥാനും ചൈനയും ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യക്ക് നല്ലതിനല്ല. പാകിസ്ഥാൻ തന്നെ എന്ന് പറയുന്നത് നമ്മളെ ബാധിച്ചിട്ടുള്ള ഒരു ക്യാൻസറാണ്. ചൈന നമ്മളോട് അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിലും പുറകിലൂടെ ഒരു കുത്തൊക്കെ തരാനുള്ള സാധ്യതകളുമുണ്ട്. പാകിസ്ഥാനെ ഉപയോഗിച്ചും ഇവർ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്താം. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, പല ആയുധ കോപ്പുകളും അത് ചൈനയുടേതാണ് എന്ന് തെളിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന INS ചക്ര 3 വരുന്നത് സമുദ്ര മേഖലയിൽ, അത് പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്കുള്ള കരുത്ത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.